ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിപ്പിയാണെങ്കിൽ ആദ്യം എടുത്ത് പറയേണ്ട പ്രിയാമണി അമ്മമ്മയെ ഭയങ്കര സംശയമാണ്. അവർ തമ്മിൽ എപ്പോഴും വഴക്കാണെന്ന്. അവർ തമ്മിൽ അങ്ങനെ വഴക്കുണ്ടോ എന്ന് ആദ്യം ചോദിക്കുമ്പോൾ അവർ തമ്മിൽ ഭയങ്കര പ്രണയത്തില്ല, അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ടൂർ ഞാൻ പ്ലാൻ ചെയ്തത് ആ ട്രിപ്പ് ആകുമ്പോഴേക്കും അവർക്കൊന്ന് റിലാക്സ് ആവുമല്ലോ. ഡാഡിയുടെയും അതുപോലെ തന്നെ അമ്മയുടെയും ജോലി ഭയങ്കര ടെൻഷൻ പിടിച്ച ജോലിയല്ലേ. അപ്പൊ അവർ ടെൻഷനിൽ നിന്ന് കുറച്ച് റിലാക്സ് ആവുകയും ചെയ്യും. എങ്കിലും നിനക്കും കൂടി ഒന്ന് പൊയ്ക്കൂടായിരുന്നോ? ഞാൻ പോകുന്നില്ല, ഞാൻ തന്നെയാ പറഞ്ഞത് ഞാൻ വരുന്നില്ലെന്ന്. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മ എന്റെ കാര്യങ്ങൾ തന്നെ നോയിക്കൊണ്ടിരിക്കും. അവിടുത്തെ കാര്യങ്ങൾ കറങ്ങാനോ കാഴ്ചകൾ കാണാനോ ഒന്നും നമുക്ക് കണ്ണുണ്ടാവില്ല, എന്നെ തന്നെ നോയിക്കൊണ്ടിരിക്കും. ഞാനില്ലാന്നുണ്ടെങ്കിൽ മാത്രമേ അമ്മ അതൊക്കെ ആസ്വദിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പോകണ്ടെന്ന് വെച്ചത്. നീ ആള് കൊള്ളാലോടി ചിപ്പി എന്ന് ആദ്യം പറയുമ്പോഴേക്കും നമ്മുടെ ചിപ്പി ഇങ്ങനെ ചിരിക്കും കേട്ടോ. ശേഷം ആദ്യം ഇത് പറയുന്നുണ്ട്, ആദ്യേട്ടൻ ഒരു കാര്യം ചെയ്യാവോ? എന്താ? ആദ്യേട്ടനെ ഈ ട്രിപ്പ് പോകാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരാവോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരോട് പറയാലോ. ആദ്യേട്ടൻ സെലക്ട് ചെയ്ത സ്ഥലമായിരുന്നു. ഞാൻ നോക്കട്ടെ, നെറ്റിലൊക്കെ നോക്കിയിട്ട് ഞാൻ നിന്നോട് പറയാം. അല്ല, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചിട്ട് ചിപ്പി എന്ന് ആദ്യം ചോദിക്കുകയാണ്. എന്താ ആദ്യേട്ടാ? നിനക്ക് നിന്റെ അമ്മേനെ ഒരുപാട് ഇഷ്ടമാണോ? പിന്നെ എനിക്ക് എൻ്റെ അമ്മേനെ ഒരുപാട് 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 ഇഷ്ടാ എന്ന് ചിപ്പി പറയാണ്. ആദ്യം അത് കേൾക്കുമ്പോൾ സന്തോഷമാവുന്നുണ്ട്. ഫോൺ വെച്ചിട്ട് ആദ്യം അതിനെക്കുറിച്ച് ആലോചിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മനസ്സിനെയാണ്. മനസ്സിനെ അങ്ങനെ മുമ്പിൽ തന്നെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് അഷിതയും അതുപോലെ തന്നെ മഹേഷിനും കൂടിയിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അവർ വരുമ്പോ തന്നെ മനസ്സിനെ ചോദിക്കണ്ടേ, എടി നീ എങ്ങോട്ടാടി ഉടുത്തൊരുങ്ങി പോണത്? നിനക്കിന്നു സ്കൂൾ അവധിയല്ലേ? ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോകും അമ്മേ എന്ന് പറയാണ്. നീ എന്തിനാണ് നിന്റെ വീട്ടിലേക്ക് പോണത്? ഓ, നിന്റെ അമ്മേനെ പറഞ്ഞ് ഉപദേശിക്കാനായിരിക്കും അല്ലേ? നിന്റെ അനിയത്തിയും അതുപോലെ തന്നെ അനിയത്തിന്റെ ഭർത്താവും തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോണ കാര്യം നാട്ടില് പാട്ടാണോടി? നിന്റെ അമ്മയുടെ വായിന്ന് അങ്ങനത്തെ ഭർത്താനാണല്ലോ മുഴുവനും കേട്ടോണ്ടിരിക്കണത്. നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് പോവാണെങ്കിലേ നിന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അച്ഛനോട് പറ, ഇഷിതയും മഹേഷും രണ്ടു വഴിക്ക് ആവരുതേന്ന്. കാരണം ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണം. നിന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അമ്മ ഒരു വട്ട് കേസാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ അവിടെ നിന്ന് പോവാണ്. മനസ്സിന് പോയി കഴിയുമ്പോഴേക്കും മഹേശ്വരനെ നോക്കാണ് അഷിത എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇഷിതയും മഹേഷും ഡിവോഴ്സ് ആവാതെ നോക്കാനായിട്ട്. ഓ, മാധവിനെ തേടി ഇഷിത വരുമെന്ന് പേടിച്ചിട്ടായിരിക്കും. ഒരിക്കലും മാധവിനെ തേടി ഇഷിത വരാൻ പോണൊന്നുമില്ല. അങ്ങനെ നീ പറയണ്ട അഷിത. അവര് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ചിലപ്പോ മാധവ അവളുടെ പുറകെ പോയാലോ? അപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തായിരിക്കും അവസ്ഥ എന്ന്. അപ്പൊ നിന്നെ തന്നെ എല്ലാരും കുറ്റപ്പെടുത്തുള്ളൂ. നീ നിന്റെ വീട്ടിൽ പോണതൊക്കെ കൊള്ളാം, പക്ഷെ നീ നിന്റെ അമ്മേനെയും അച്ഛനും ഉപദേശിക്കാനൊന്നും നിക്കണ്ട. അവസാനം ഉപദേശിക്കുന്ന ആൾക്കാരുടെ തലയിൽ തന്നെ കുറ്റങ്ങൾ വന്ന് വീഴുന്ന കാലമായത് എന്ന് പറയാണ്. അത് കേൾക്കണ അശ്വതി ഇവിടെ നിന്ന് നടന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോയിട്ടോ. മഹേശ്വരാണെങ്കിൽ സന്തോഷത്തോടു കൂടി തന്നെ അവിടെ അങ്ങനെ നിൽക്കുവാണ്. പിന്നീട് ദയയാണെന്നുണ്ടെങ്കിൽ മാധവിന്റെ അടുത്തേക്ക് വരുവാണ് കേട്ടോ. മാധവ് അപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. മാധവിന്റെ അടുത്തൊന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ഇവിടെ എന്തൊക്കെയാ നടക്കണത്? നിങ്ങളുടെ ഏട്ടനും എടുത്തി ഭയങ്കര സൗമ്യത്തിലാണ്, ഇപ്പൊ ഭയങ്കര സ്നേഹത്തിലാണ്. ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഇതേ അമ്മേനെ ധിക്കരിക്കുകയൊക്കെ ഉണ്ട്. ഇതൊന്നും എനിക്ക് അത്ര ആക്സെപ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. ഇതൊക്കെ നടക്കണ കാര്യം തന്നെയാണോ, അതോ ഇതൊക്കെ അവരുടെ അഭിനയമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും മാധവ് പറഞ്ഞിട്ട്, അതൊക്കെ ഒറിജിനൽ കാര്യങ്ങൾ തന്നെയാണ്, അവർക്ക് എന്തിനാ അഭിനയിച്ചിട്ട് എന്ത് കിട്ടാനാ എന്ന് പറയാണ്. എങ്കിലേ നിങ്ങളുടെ ഏടത്തി വീട്ടിലേക്ക് പോയാൽ ആദ്യം തടയണത് നിങ്ങളുടെ അമ്മയല്ലേ? പക്ഷെ ഇപ്പൊ തടയുന്നില്ല. നിങ്ങളുടെ ഇടത്തിയായി രാവിലെ തന്നെ അവരുടെ വീട്ടിലേക്ക് പോയി. ഇവിടെ ഒരു സാധനം അവർ വെച്ചിട്ടില്ല. എനിക്കറിയാം, എന്നെ അടുക്കളയിൽ കയറ്റാൻ വേണ്ടിട്ടാ. ഒരു പ്രാവശ്യം അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്നെ തന്നെ അടുക്കളയിൽ കയറ്റും. അതുകൊണ്ട് ഈ ദയ അടുക്കളയിൽ കയറുന്നു ആരും വിചാരിക്കണ്ട. അപ്പൊ നീ വിശന്ന എന്ത് ചെയ്യും? ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിക്കും. കൊള്ളാം, നല്ല അടിപൊളി ഐഡിയ. നീ ഒരു കാര്യം ചെയ്യും, ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോഴേ എനിക്കും എന്റെ അമ്മക്കും കൂടി ഓർഡർ ചെയ്യും, ഞങ്ങളും കൂടി കഴിക്കട്ടെ. സ്വന്തം ഭർത്താവ് വിശന്നിരിക്കുമ്പോ നിനക്കൊന്നും അങ്ങനെ വായിന്ന് ഭക്ഷണം ഇറങ്ങോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് ദയ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പുറത്തേക്ക് പോകാണ്. എന്നിട്ട് മനസ്സിനടുത്ത് അമ്മേ അവിടെ നിന്നേ എന്ന് പറയാണ്. എന്താ മോളെ, ഇവിടെ എന്തൊക്കെയാ അമ്മ നടക്കണത്? അമ്മയും മഹേശ്വരട്ട് തമ്മിൽ അടിപിടി. ആ ചേച്ചിയാണെങ്കിൽ രാവിലെ തന്നെ വീട്ടിലേക്ക് പോയി. എന്തൊക്കെയാ അമ്മ നടക്കണത്? അമ്മ ശരിക്കും ഇവിടെ നടക്കണതൊക്കെ കാര്യത്തിൽ തന്നെയാണോ, അത് വെറും അഭിനയമാണോ? സത്യം പറഞ്ഞാൽ നിന്നോട് ഒരു കാര്യം പറയാലോ മോളെ, എല്ലാം വെറും അഭിനയമാണ്. മഹേശ്വർ അവളോട് സ്നേഹം കാണിക്കുന്നതൊക്കെ അഭിനയം തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ട്? അതോ അവളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. അവളുടെ വീട്ടിൽ വലിയൊരു പ്രശ്നങ്ങൾ നടക്കാം മോളെ. നമ്മുടെ ഇഷിതയും അതുപോലെ തന്നെ മഹേഷ് നമ്മൾ ഡിവോഴ്സ് ആവുമ്പോഴേ പോവാണെന്നാ കേട്ടത്. അതിനിപ്പോ നമുക്കെന്താ? നമുക്കൊന്നും ഇല്ലെന്നാണോ മോള് പറയണത്? നമുക്ക് പ്രശ്നമുണ്ട്. അവർ തമ്മിൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ഇഷിത വീണ്ടും മാധവിന്റെ പുറകെ വരില്ലേ? ഇഷിത എന്തായാലും മാധവിന്റെ പുറകെ വരില്ല. മാധവ് ഇഷിതയുടെ പുറകെ പോകും. അമ്മ അത് സൂക്ഷിച്ചാൽ മതി. അവള് ഡിവോഴ്സ് ആവണമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവൻ വീണ്ടും അവളുടെ പുറകിലേക്ക് പോകും. മോളെ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും അവർ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തലവേദനയാണ്. അപ്പൊ ഡിവോഴ്സ് ആവാതെ നോക്കാൻ വേണ്ടി ഞാൻ അവളോട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറൊരു ഇഷ്ടം എനിക്കും മോനോടും അവളോട് ഒട്ടുമില്ല എന്ന് പറയാണ്. ശേഷം മനസ്സിനി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതങ്ങനെ വീട്ടിലേക്ക് എത്തുകയാണ്. അമ്മയുടെ
മിണ്ടാവൃതമൊക്കെ അവസാനിപ്പിച്ചെന്ന് കേട്ടു. അതൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഹോ, ഞാൻ എന്ത് ചെയ്യാനാ മോളെ, ഞാൻ സംസാരിക്കണതല്ല എല്ലാവർക്കും കുഴപ്പം, സംസാരിക്കാതിരിക്കാന്ന് വിചാരിച്ചു. സംസാരിക്കാതിരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിൽ സംസാരിക്കാതിരിക്കണതല്ല നല്ലതെന്ന് പറയുമ്പോഴേക്കും മാഷ് പറയണ്ട്, പക്ഷെ ഞാനാണ് ചുറ്റിപ്പോയത് എന്ന് പറയാണ്. എന്തായാലും അമ്മ സംസാരിച്ചല്ലോ, അതെന്നെ വലിയ കാര്യം. ആ സമയത്ത് നമ്മുടെ മാഷ് പറയണ്ട്, പ്രിയാമണി താനൊരു കാര്യം ആലോചിക്കണം. ഇഷിതയും മഹേഷും, ഇഷിത തന്നെ പറ്റിച്ചു ചതിച്ചു എന്നൊക്കെ താൻ പറയുന്നുണ്ട്. പക്ഷെ ഇഷിത എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിവാഹം കഴിച്ചത് താൻ മറന്നോ? ചിപ്പിക്ക് വേണ്ടി മാത്രമാണ് അവൾ ഈ വിവാഹം കഴിച്ചത്. അതൊക്കെ താൻ മനഃപൂർവ്വം മറന്നിട്ടാണോ? അപ്പൊ അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അവര് സന്തോഷത്തോടെ, പ്രണയത്തോടെ, സ്നേഹത്തോടെ ജീവിക്കുന്നുണ്ടോന്ന് നോക്കിയാൽ മതി. ഇനിയിപ്പോ തനിക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തേക്കുന്നത്. ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് എന്ത് കാര്യം എന്ന് പറയുമ്പോൾ അവിടെയും ഇതുപോലെ തന്നെയായിരിക്കും. ഇപ്പൊ ഇഷ്യൂ പറഞ്ഞത് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല മാഷെ എന്ന് പ്രിയാമണി പറയാണ്. മാഷ് പറയണ്ട്, പ്രിയാമണി വിശ്വസിക്കുന്നുണ്ടെങ്കിലേ ഇഷു ഒരു ഗർഭിണിയാവണം അല്ലേ എന്ന് ചോദിക്കുമ്പോ അതെ, അത് തന്നെയാ വേണ്ടതെന്ന് പ്രിയാമണി പറയാണ്. എന്തായാലും അവള് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടല്ലോ അമ്മേ. പിന്നെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ഈശോ ഒരിക്കലും അവൾക്ക് വേണ്ടിട്ട് ജീവിച്ചിട്ടില്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടി ജീവിക്കണതാ. ഇവിടെ ഇപ്പൊ സുചിത്ര നിൽക്കാൻ തന്നെ കാരണം ഇഷുവിനെ ആലോചിച്ചിട്ട് മാത്രമാണ്. അമ്മ എന്താ അവളുടെ മനസ്സ് മനസ്സിലാക്കാത്തത്? അവളും മഹേഷും തമ്മിൽ ചിലപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ധാരണ ഉണ്ടാവാതിരിക്കാം. പക്ഷെ അവര് തമ്മിൽ പിരിയാനൊന്നും പോണില്ല, അവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്. അമ്മ ഇങ്ങനൊന്നും തുടങ്ങല്ലേ. ഒന്നും പറയുന്നില്ല അതിന് എന്ന് പറയണല്ല. അവിടുത്തെ വിശേഷം എങ്ങനെയുണ്ട് എന്ന് അഷിതടുത്ത് ചോദിക്കുമ്പോ അഷിത പറയണ്ട്, മഹേശ്വരേട്ടന്റെ ഭയങ്കര മാറ്റമാണമ്മേ. ഇപ്പോ ഞാൻ എന്ത് പറഞ്ഞാലും മഹേശ്വരേട്ടൻ കേൾക്കും. ജോലി കഴിഞ്ഞ എന്റെ കൂടെ കുഞ്ഞിന്റെ കൂടെ നിൽക്കാനാ മഹേശ്വരേട്ടന് ഇഷ്ടം. പിന്നെ അമ്മയും കൂടെ അറിഞ്ഞിട്ടാ ഞാനിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അത് കൊള്ളാലോ. പിന്നെ എൻ്റെ അടുത്ത് അമ്മ പറയാണേ, ഇഷിതയും മഹേഷും രണ്ട് വഴിക്ക് ആവാതിരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കണോന്ന്. മനസ്സിനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തോ കാര്യമുണ്ടല്ലോ മാഷെ എന്ന് പ്രിയാമണി പറയാണ്. എന്തെങ്കിലൊക്കെ ആവട്ടെ, എന്തായാലും നിന്റെ അടുത്ത് മഹേഷ് സ്നേഹത്തോടെ അല്ലേ? അതേമേ. സമാധാനമായി, നിങ്ങളുടെ കാര്യങ്ങളും നേരക്കാവട്ടെ എന്ന് പ്രിയാമണി പറയാണ്. പിന്നീട് കാണിക്കണത് ചിപ്പീനെയാണ് കേട്ടോ. ചിപ്പി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷിത ചായയും പലഹാരങ്ങളൊക്കെ ഇട്ട് വരികയാണ്. മോളെ ഇന്ന് എന്ന് പറഞ്ഞ് കഴിക്കാണ്. അല്ല, ട്രിപ്പ് പോകുന്ന കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോ എനിക്ക് ലീവൊക്കെ ഓക്കെയാണ് മോളെ, പക്ഷെ നിന്റെ ഡാഡിയുടെ കാര്യം അറിയില്ലല്ലോ. അതെ, നിങ്ങൾ ട്രിപ്പ് പോകുന്നില്ലെങ്കിൽ ഞാൻ മിണ്ടാവൃതം എടുക്കാൻ പോവാ. മിണ്ടാവൃതോ? എന്റെ പൊന്നു മോളെ ചതിക്കല്ലേ. ഒരു മിണ്ടാവൃതം ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ, ഇനി മോളും കൂടി അതെടുക്കല്ലേ. അതെ, പ്രിയാമ്മയുടെ അമ്മമ്മയുടെ പോലത്തെ മിണ്ടാവൃതം അല്ല എന്റെ. ഞാൻ സ്കൂളിൽ പോകും, പക്ഷെ അവിടെ ആർത്തും മിണ്ടില്ല. അപ്പൊ ടീച്ചറും മാഷുമാരൊക്കെ വിചാരിക്കും ഈ കുട്ടിക്ക് എന്ത് പറ്റി, എന്തോ വലിയ അസുഖം പറ്റുമോ എന്നൊക്കെ വിചാരിക്കും എന്ന് പറയുമ്പോഴേക്കും അത് കേട്ട് നമ്മുടെ രാമനാഥ് ചിരിച്ചോണ്ട് വരുവാ. കേട്ടല്ലോ മോള് പറഞ്ഞത്, അതുകൊണ്ടേ നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ട്രിപ്പ് പോയിക്കോ. അച്ഛാ, അതിന് എനിക്കെല്ലാം ഓക്കെയാണ്, മഹേഷിന്റെ ലീവിന്റെ കാര്യം മാത്രം ഇനി അറിഞ്ഞു മതി എന്ന് പറയാണ്. അതൊക്കെ അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ. ദേ അച്ഛൻ വന്നല്ലോ, ഇന്ന മോളെ എന്ന് പറഞ്ഞിട്ട് കിറ്റ് കൊടുക്കാണ്. ഇതെന്താ അച്ഛാ, തുറന്നു നോക്ക്, ഡാഡിയും തുറന്നു നോക്കെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ചിപ്പി അത് തുറന്നു നോക്കുമ്പോഴേക്കും ഇതെന്ത് സ്വീറ്റ്സോ? അതെ, അപ്പൊ എന്തോ ഗുഡ് ന്യൂസ് ഉണ്ടല്ലോ ഡാഡി എന്ന് ചിപ്പി പറയാണ്. ഗുഡ് ന്യൂസ് ഉണ്ട്, എനിക്ക് ലീവായി. നാളെ കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് എനിക്ക് കമ്പനി ലീവ് തന്നിരിക്കുക. അദ്ദേഹം വിഷിതക്കും സന്തോഷമാവുന്നുണ്ട്. കൊള്ളാലോ എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പറയണ്ട്, അതെ, നിങ്ങൾ രണ്ടുപേരും ട്രിപ്പ് പോകുന്ന കാര്യം ഞാൻ ആദ്യേട്ടനോട് പറഞ്ഞു. ആദ്യേട്ടൻ ഭയങ്കര സന്തോഷമായി. എന്നോട് പോകണ്ട, നിങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് വരാനൊക്കെയാ ആദ്യേട്ടൻ പറഞ്ഞത്. പിന്നെ ആദ്യേട്ടൻ കുറച്ച് സ്ഥലമൊക്കെ നോക്കി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, മോളെ ആദ്യേട്ടൻ്റെ അടുത്ത് സ്ഥലം നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കാൻ പറ. അതെ, നാളെ കഴിഞ്ഞാൽ പോണം, പിന്നെ ലീവ് കിട്ടത്തില്ല എന്ന് പറയാണ്. അതെ, അപ്പോഴേക്കും മാഷ് പറയണ്ട്, അതെ ഞാനൊരു കാര്യം ചെയ്തിട്ട് ഈ സന്തോഷ വാർത്ത മാഷിനോടൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ ചിപ്പി ഇങ്ങനെ പറഞ്ഞിട്ട്, ഞാനേ പ്രിയാമണി അമ്മമ്മ ഈ സന്തോഷ വാർത്ത പറഞ്ഞിട്ട് ഈ സ്വീറ്റ്സ് കൊടുത്തിട്ട് വരാവേ എന്ന് പറഞ്ഞിട്ട് ചിപ്പി അവിടുന്ന് പോകാണ്. ആ സമയത്ത് നമ്മുടെ മഹേഷ് ഇഷിതയുടെ അടുത്തേക്ക് ഇങ്ങനെ നിന്നിട്ട് പറയുന്നുണ്ട്, എടോ ഇഷിത എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട്, ഇഷിത ഇങ്ങനെ മഹേഷിന്റെ മുഖത്തേക്ക് നോക്കാണ്. മഹേഷ് പറയണ്ടേ, താൻ എന്തിനാടോ ഇങ്ങനെ വിഷമിക്കണത്? എനിക്കറിയാം തന്റെ മനസ്സിലെപ്പോഴും ഒരു ഭാഗ്യം കെട്ട സ്ത്രീ ആയിട്ടാണ് താൻ തന്നെ കാണുന്നത്. താൻ ഒരിക്കലും അങ്ങനെയല്ലടോ. താൻ ചികിത്സിച്ച് അസുഖം മാറ്റിക്കുന്ന എത്രയോ പിള്ളേരുടെ അമ്മമാര് തന്നെ ഒരു മാലാഖയെ പോലെ, ദൈവത്തെ പോലെ കാണുന്നുണ്ട്. അവരുടെ മനസ്സിലല്ല, തന്റെ ഒരു പുഞ്ചിരിയാണ് അവരുടെ മനസ്സിലെപ്പോഴും. എനിക്കും അങ്ങനെ തന്നെയാണോ? അപ്പോഴേക്കും ഇഷിത പറയണ്ട്, ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ മഹേഷിന്റെ ജീവിതത്തിലേക്ക് വന്നത്. ചിപ്പിമോളെ പോലത്തെ മോളെ കിട്ടിയത് മഹേഷിന്റെ ഭാഗ്യമാണ്. ഇപ്പൊ എന്റെയും ഭാഗ്യമായി. ചിപ്പിമോള് മാത്രമല്ലടോ, താനും എന്റെ ഭാഗ്യമാണ്. തന്നെ പോലത്തെ ഒരു പെണ്ണ് ലോകത്ത് വേറെ എവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാവുമായിരിക്കാം. പക്ഷെ മഹേഷിന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു പെണ്ണ് ഇനി ഉണ്ടാവില്ല. മഹേഷിന്റെ പ്രാണനാണ് ഈ പെണ്ണ് എന്ന് പറയുമ്പോൾ ഇഷിത മഹേഷിനെ നോക്കുകയാണ് സങ്കടത്തോടെ. മഹേഷ് ഇഷിതയുടെ കൈകളിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ ഇഷിതയെ മഹേഷിന്റെ കൈകൾ ചേർത്ത് പിടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മഹേഷിനെ കെട്ടിപ്പിടിക്കുകയാണ് ഇഷിത. രണ്ടുപേരും അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത്
മണി മാഷും ഇതെടുത്ത് പറയുന്നുണ്ട്, മഹേഷും ഇഷിതയും ടൂർ പോകുന്ന കാര്യമൊന്നും നീ മനസ്സിനെടുത്ത് പറയണ്ട, ഞാൻ പറയലും അവരത് എങ്ങനെയെങ്കിലൊക്കെ അറിയാവുമേ എന്ന് പറയാണ്. അങ്ങനെ മനസ്സിന് അതും അറിയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ മഞ്ജിമ സ്വപ്നയുടെ പറയുന്നുണ്ട്, അമ്മയുടെ മോനും മരുമകള് ടൂറ് പോകാൻ പോയല്ലേ, ടൂറ് പോയി കഴിഞ്ഞാൽ അമ്മ കണ്ടു അവളുടെ സ്വഭാവം എങ്ങനെയാ മാറാൻ പോണത് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ സ്വപ്നയുടെ മുഖമൊക്കെ ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇഷിതയും മഹേഷും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാഗം തന്നെയാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.